അധ്യായം 32 അസ്സജദ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 30. സാഷ്ടാംഗം എന്നാണ് സജദയുടെ ഭാഷാർത്ഥം. അധ്യായത്തിന്റെ 15-ാം സൂക്തത്തിലാണ് ഈ പദമുള്ളത്. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ മധ്യഘട്ടത്തിന്റെ ആരംഭത്തിലാണ് ഇത് അവതീർണമായത്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളായ ഏകദൈവത്വം, മരണാനന്തര ജീവിതം, പ്രവാചകത്വം, അവയ്ക്കുള്ള തെളിവുകൾ, വിമർശനങ്ങൾക്കുള്ള മറുപടികൾ തുടങ്ങിയവയാണ് ഉള്ളടക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രപഞ്ചനാഥനിൽ നിന്നാണ്. ഇതിലൊട്ടും സംശയമില്ല. അതല്ല, ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചുവെന്നാണോ അവർ പറയുന്നത്? എന്നാൽ ഇത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. നിനക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ലാത്ത ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്. അവർ നേർവഴിയിലായേക്കാമല്ലോ. 6 നാളുകളിലായി ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. അവനൊഴികെ നിങ്ങൾക്കൊരു രക്ഷകനോ ശുപാർശകനോ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? ആകാശം മുതൽ ഭൂമി വരെയുള്ള സകല സംഗതികളെയും അവൻ നിയന്ത്രിക്കുന്നു. പിന്നീട് ഒരു നാൾ ഇക്കാര്യം അവങ്കലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലത്തിന്റെ ദൈർഘ്യമുണ്ട് ആ നാളിന്. ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണവൻ. പ്രതാപിയും പരമദയാലുവുമാണ്. താൻ സൃഷ്ടിച്ച ഏതും അന്യൂനം സുന്ദരമായി സൃഷ്ടിച്ചവൻ. അവൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യസൃഷ്ടി ആരംഭിച്ചു. പിന്നെ അവന്റെ സന്താന പരമ്പരയെ നിസ്സാരമായ വെള്ളത്തിന്റെ സത്തിൽ നിന്നുണ്ടാക്കി. പിന്നീട് അവനെ വേണ്ട വിധം സന്തുലനപ്പെടുത്തി തന്റെ ആത്മാവിൽ നിന്ന് അതിലൂതി. നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നു. എന്നിട്ടും നന്നെ കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. അവർ ചോദിക്കുന്നു, ഞങ്ങൾ മണ്ണിൽ ലയിച്ചില്ലാതായാൽ പോലും പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നോ? അവർ തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുമെന്നതിനെ തള്ളിപ്പറയുന്നവരാണ്. പറയുക, നിങ്ങളുടെ കാര്യമേൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ നാഥങ്കലേക്ക് മടക്കപ്പെടും. കുറ്റവാളികൾ തങ്ങളുടെ നാഥന്റെ അടുത്ത് തല താഴ്ത്തി നിൽക്കുന്നത് നീ കണ്ടിരുന്നെങ്കിൽ അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ എല്ലാം നേരിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അതിനാൽ നീ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ. ഞങ്ങൾ നല്ലത് ചെയ്തുകൊള്ളാം. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം നന്നായി ബോധ്യമായിരിക്കുന്നു. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ എല്ലാ ഓരോരുത്തർക്കും നേർവഴി കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ നമ്മിൽ നിന്നുണ്ടായ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ജിന്നുകളാലും മനുഷ്യരാലും ഞാൻ നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം. നിങ്ങളുടെ ഈ നാളുമായുള്ള കണ്ടുമുട്ടൽ നിങ്ങൾ മറന്നുകളഞ്ഞതിനാൽ അതിന്റെ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. നിശ്ചയമായും നാം നിങ്ങളെയും മറന്നിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായുള്ള ശാശ്വത ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. നമ്മുടെ വചനങ്ങൾ വഴി ഉദ്ബോധനം നൽകിയാൽ സുജൂദ് ചെയ്യുന്നവരും തങ്ങളുടെ നാഥനെ വാഴ്ത്തുന്നവരും കീർത്തിക്കുന്നവരും മാത്രമാണ് നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ. അവരൊട്ടും അഹങ്കരിക്കുകയില്ല. പേടിയോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കാനായി കിടപ്പിടങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയർന്ന് അകന്നു പോകും. നാം അവർക്കു നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുകയും ചെയ്യും. ആർക്കുമറിയില്ല തങ്ങൾക്കായി കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെയാണ് രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെന്ന്. അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണ് അതെല്ലാം. അല്ല, സത്യവിശ്വാസിയായ ഒരാൾ തെമ്മാടിയെപ്പോലെയാണെന്നോ? അവർ ഒരുപോലെയാവുകയില്ല. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പാർക്കാൻ
സ്വർഗത്തോപ്പുകളുണ്ട്. അവരുടെ കർമ്മഫലമായുള്ള വിരുന്നാണത്. എന്നാൽ തെമ്മാടിത്തം കാണിച്ചവരുടെ താവളം നരകത്തീയാണ്. അവരതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവരെ അതിലേക്ക് തന്നെ തിരിച്ചയക്കും. അവരോടിങ്ങനെ പറയും, നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ആ നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. ഏറ്റവും വലിയ ആ ശിക്ഷ കൂടാതെ ഇഹലോകത്ത് ചില ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിക്കും. ഒരു വേള അവർ സത്യത്തിലേക്ക് തിരിച്ചുവന്നെങ്കിലോ. തന്റെ നാഥന്റെ വചനങ്ങളിലൂടെ ഉദ്ബോധനം ലഭിച്ച ശേഷം അവയെ അവഗണിച്ചവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അത്തരം കുറ്റവാളികളോട് നാം പ്രതികാരം ചെയ്യും, തീർച്ച. സംശയമില്ല, മൂസാക്ക് നാം വേദം നൽകിയിട്ടുണ്ട്. അതിനാൽ ഇത്തരമൊന്ന് ലഭിക്കുന്നതിൽ നീ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഇസ്രയേൽ മക്കൾക്ക് നാം അതിനെ വഴികാട്ടിയാക്കുകയും ചെയ്തു. അവർ ക്ഷമ പാലിക്കുകയും നമ്മുടെ വചനങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ കൽപ്പനയനുസരിച്ച് നേർവഴി കാണിക്കുന്ന നേതാക്കന്മാരെ നാം ഉണ്ടാക്കി. അവർ പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിന്റെ നാഥൻ തീർപ്പു കൽപ്പിക്കും. ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം തകർത്തുകളഞ്ഞിട്ടുണ്ട്. അവരുടെ പാർപ്പിടങ്ങളിലൂടെയാണ് ഇവർ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവർക്കത് നേർവഴി കാണിക്കുന്ന ഗുണപാഠമാകുന്നില്ലേ? തീർച്ചയായും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ടും ഇവർ കേട്ടറിയുന്നില്ലേ? ഇവർ കാണുന്നില്ലേ? വരണ്ട ഭൂമിയിലേക്ക് നാം വെള്ളമെത്തിക്കുന്നു, അതുവഴി വിളവുൽപാദിപ്പിക്കുന്നു. അതിൽ നിന്ന് ഇവരുടെ കാലികൾക്ക് തീറ്റ ലഭിക്കുന്നു, ഇവരും ആഹരിക്കുന്നു. എന്നിട്ടും ഇക്കൂട്ടർ കണ്ടറിയുന്നില്ലേ? ഇവർ ചോദിക്കുന്നു, ആ തീരുമാനം എപ്പോഴാണുണ്ടാവുക? നിങ്ങൾ സത്യവാൻമാരെങ്കിൽ പറയുക, ആ തീരുമാനം നടപ്പിൽ വരും നാൾ നിശ്ചയമായും സത്യനിഷേധികൾക്ക് വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമുണ്ടാവുകയില്ല. അവർക്ക് ഇനിയൊരവധി നീട്ടിക്കൊടുക്കുകയുമില്ല. അതിനാൽ അവരെ നീ അവഗണിക്കുക, അവരുടെ പര്യവസാനത്തിനായി കാത്തിരിക്കുക. തീർച്ചയായും അവരും കാത്തിരിക്കുന്നവരാണ്.